അങ്ങനെ നമ്മുടെ സച്ചി നീലിമയിൽ നിന്ന് എല്ലാ സത്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നീലിമയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. എന്തായാലും നീലിമയോട് കുറേ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. നീലിമ ചോദിക്കുന്നുണ്ട് എന്താ സച്ചി പറ്റിയെന്നൊക്കെ പറയുന്നത്. എന്തായാലും സച്ചി ദേഷ്യത്തോട് കൂടിയിട്ട് പോയി സോഫയിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, നീ പറ്റിച്ച് പോയില്ലേ ഒരു സുതി, അത് എൻ്റെ ഏട്ടനാണ്, എൻ്റെ സ്വന്തം ഏട്ടനാണ്, എടുക്കടി പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറയാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നീലിമ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്ന സമയത്ത് സച്ചിക്ക് അബദ്ധം പറ്റിയത് മനസ്സിലായി. നീലിമ പറയുന്നത്, ഞാൻ ആ പൈസ മാത്രമല്ല അതിൻ്റെ പലിശ സഹിതം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്തായാലും എൻ്റെ വീട്ടിൽ വന്ന് പറയാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. നീലിമ പറഞ്ഞ് ഞാൻ എവിടെ വേണമെങ്കിൽ വന്ന് പറയാം, എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. എന്തായാലും നേരെ സച്ചി ചെല്ലണത് വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് ചെന്നിട്ട് നമ്മളെ പാർലർ എടുത്തിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നീലിമയുള്ള പൈസ മുഴുവൻ തന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ശ്രുതി പറയുന്നുണ്ട്, നീ വേണ്ടാത്ത പറയേണ്ട സച്ചിയെ, എനിക്കൊരു പൈസയും തന്നിട്ടില്ല, എനിക്ക് നിൻ്റെ അടുത്ത് തെളിവുണ്ടോ ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് തെളിവുണ്ട് അച്ഛാ, എൻ്റെ അടുത്ത് തെളിവുണ്ടെന്നാണ് ചോദിക്കണത്. സച്ചി ചന്ദ്രയെ കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, ജഡ്ജി മേഡം സംബന്ധിച്ചാൽ ഞാൻ തെളിവ് ഇവിടെ ഹാജരാക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മ ഇവൻ എന്താ പ്രാന്തായോ, ഇവൻ വന്നേ മുതൽ ഓരോന്ന് വെറുതെ പറയുന്നുണ്ട്, ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നത്, എനിക്കറിയാടാ അവൻ പറയണതൊക്കെ എന്തൊക്കെയോ പൊട്ടത്തരം വിളിച്ച് പറയുന്നുണ്ടെന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ സച്ചി നീലിമ എന്ന് വിളിക്കേണ്ട നീലിമ വരുന്നുണ്ട്. എല്ലാ ഡോക്യുമെൻറ്റ്സായി വരുന്നത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിയും ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. എല്ലാ കള്ളത്തരും ഇപ്പോൾ അവരുടെ പൊളിയെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.